array of structures and an array within a structure. ഈ രണ്ട് കൺസെപ്റ്റ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഈ വീഡിയോ. അതായത് ഇവിടെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഇൻറ്റിജർ റോൾ നമ്പർ ഉണ്ട്, RN എന്നാണ് കൊടുത്തത്. ഒരു ക്യാരക്ടർ അറേ ഉണ്ട്, നെയിം. ദെൻ മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞിട്ടൊരു അറേ ഉണ്ട്. അതായത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ 5 സബ്ജക്റ്റിലെ മാർക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേയാണ്. അതായത് ഈ സ്ട്രക്ചറിന് അകത്തൊരു അറേ ഉണ്ട്. ഇവിടെയും ക്യാരക്ടർ അറേ നമ്മൾ യൂസ് ചെയ്തു, പക്ഷേ ക്യാരക്ടർ അറേ എന്ന് പറയുന്നത് വേറൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടൊരു ന്യൂമറിക് അറേ എങ്ങനെ അതിനകത്ത് യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂമറിക് അറേ ഉണ്ട്. പിന്നെ ടോട്ടൽ മാർക്കും ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിളിലൊക്കെ നമുക്ക് ഏതൊക്കെ മെമ്പേഴ്സ് വരുന്നുണ്ടോ സ്ട്രക്ചറിൽ, അത് ഓരോന്നും ഓരോ ലൈനിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്ന പോലെ തന്നെ നമുക്ക് ഒരു ലൈനിൽ ഒന്നിൽ കൂടുതൽ വേരിയബിൾസൊക്കെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. ഒരേ ഡേറ്റ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ലിസ്റ്റ് ഓഫ് വേരിയബിൾസ് നമ്മൾ കൊടുക്കില്ലേ, അതേപോലെ ചെയ്യാം. അതായത് ഇവിടെ ഇൻറ്റ് മാർക്ക് ഓഫ് 5 കോമ ടോട്ടൽ എന്ന് പറഞ്ഞു, 2 മെമ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും ഇൻറ്റീജർ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കോമ ഇട്ടിട്ട് എഴുതാം. അപ്പോൾ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിനകത്ത് ഒരു അറേ ഉണ്ട്, മാർക്ക് ഓഫ് 5 എന്ന് പറഞ്ഞ അറേ. ഇനി ഈ സ്റ്റുഡൻറ്റിൻ്റെ വേരിയബിൾ നോക്കാം. എസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. ആ എസ്സും ഒരു അറേയാണ്, അറേ ഓഫ് 30 എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടെ ഞാൻ മെയിനിൻ്റെ മുന്നെയാണ് ഈ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്തത്. അവിടെ തന്നെയാണ് എസ് ഓഫ് 30 എന്ന് പറഞ്ഞിട്ടുള്ള അറേയും ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ നമ്മൾ മെയിനിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ ഒരു വേരിയബിൾ അല്ലെങ്കിൽ അറേയൊക്കെ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ മെയിൻ അല്ലാണ്ട് വേറെയും ഫങ്ഷൻസ് നമ്മുടെ പ്രോഗ്രാമിനകത്തുണ്ടെങ്കിൽ ആ ഫങ്ഷൻസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് മെയിനിനകത്ത് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു വേരിയബിളായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ എസ് ഓഫ് 30യുടെ ഡിക്ലറേഷൻ ഇതിനകത്ത് എഴുതിയാൽ മതി. അതായത് ഇവിടെ നമ്മൾ സാധാരണ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന പോലെ സ്റ്റുഡൻറ്റ് എസ് ഓഫ് 30 എന്ന് ഡിക്ലെയർ ചെയ്യാം. ഇല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഡെഫിനിഷൻ തന്നെ നമുക്ക് മെയിനിനകത്തേക്ക് മൂവ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും പുറത്ത് ഡിക്ലെയർ ചെയ്തതുകൊണ്ട് ഇനി അത് മാറ്റണില്ല. അപ്പോൾ ഇവിടെ ഇതാണ് അറേ വിത്തിൻ എ സ്ട്രക്ചർ, ഇതാണ് അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അതായത് നമ്മൾ അറേ ഓഫ് ഇൻറ്റീജേഴ്സ്, അറേ ഓഫ് ഫ്ലോട്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ അറേ ഓഫ് സ്ട്രക്ചേഴ്സ്. അതായത് അറേയിലെ എലമെൻസിൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷനും ഇതൊക്കെ തന്നെയുള്ള വ്യത്യാസം. ബാക്കിയൊക്കെ സാധാരണ ഒരു അറേ ചെയ്യുന്ന പോലെ തന്നെയാണ്. പിന്നെ അതിനകത്ത് ഒരു സ്ട്രക്ചറിനകത്തെ എലമെൻറ്റ്സ് ആക്സസ് ചെയ്യുന്നതിനൊക്കെ നമ്മൾ മെമ്പർ സെലക്ഷൻ ഓപ്പറേറ്ററൊക്കെ വെച്ചിട്ടാണ് ചെയ്യണമെന്നുള്ള ഒരു ചെറിയ ഡിഫറൻസ് മാത്രമേ വരുള്ളൂ. ഇനി ഇതിനകത്ത് ഞാൻ 3 വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് NO എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് എത്രയാണെന്ന് വെച്ചാൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് NO. IJ എന്ന് പറയുന്നത് 2 ലൂപ്പ് വേരിയബിൾസാണ്. I എന്ന് പറഞ്ഞ ലൂപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് റീഡ് ചെയ്യാനും പ്രിൻറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് എത്രയാണോ അതുവരെ പോകുന്ന അത്രയും ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ലൂപ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് I എന്ന് പറഞ്ഞ ലൂപ്പ് വേരിയബിൾ എടുത്ത്. J എന്ന് പറഞ്ഞ വേരിയബിൾ എടുക്കുന്നത് നമ്മുടെ 5 സബ്ജക്ട്സിൻ്റെ മാർക്ക് റീഡ് ചെയ്യണമല്ലോ, അതിന് 5 ടൈംസ് റിപ്പീറ്റ് ചെയ്യണ ഒരു ലൂപ്പ് എഴുതാനായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് NO റീഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ദി ഡീറ്റെയിൽസ് ഓഫ് %D സ്റ്റുഡൻറ്റ്സ്. അതായത് നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ്സ് 5 എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എൻ്റെ ദി ഡീറ്റെയിൽസ് ഓഫ് 5 സ്റ്റുഡൻറ്റ്സ് എന്ന് ജസ്റ്റ് ഒരു മെസ്സേജ് കാണിച്ചു. എന്നിട്ട് ഇനി ലൂപ്പിനകത്ത് കയറട്ടെ. ഇത് 5 ടൈംസ് ആയി NO ടൈംസ് റിപ്പീറ്റ് ചെയ്യണ ഒരു ലൂപ്പാണ്. 0 മുതൽ I ലെസ് ദാൻ NO എന്ന് എഴുതിയിട്ടുണ്ട്. അത് NO ടൈംസ് റിപ്പീറ്റ് ചെയ്താൽ മാത്രം പോരാ, 0 മുതൽ NO-1 വരെ തന്നെ ആയിരിക്കണം ലൂപ്പ്. കാരണം നമുക്ക് എസ് എന്ന് പറഞ്ഞ അറേയുടെ ഇൻഡെക്സ് ആയിട്ട് നമ്മൾ ഈ I തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി ലൂപ്പിനകത്ത് ഫോർ സ്റ്റുഡൻറ്റ് 1, ഫോർ സ്റ്റുഡൻറ്റ് 2 അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ ഡീറ്റെയിൽസ് റീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഫോർ സ്റ്റുഡൻറ്റ് %D എന്ന് എഴുതി. ഈ %Dയുടെ സ്ഥാനത്ത് വരേണ്ടത് I+1. ഇത് സ്റ്റുഡൻറ്റ് 0 എന്ന് പറയുന്നത് പ്രോഗ്രാമിങ്ങിൽ മാത്രമാണ് നമ്മൾ 0th സ്റ്റുഡൻറ്റ് എന്നൊക്കെ പറയുള്ളൂ. റിയൽ ലൈഫിൽ നമ്മൾ സാധാരണ പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റ്, സെക്കൻഡ് സ്റ്റുഡൻറ്റ് എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഫോർ സ്റ്റുഡൻറ്റ് 0 എന്നൊന്നും കാണിക്കില്ല, ഫോർ സ്റ്റുഡൻറ്റ് 1 എന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് I+1 എന്നാണ് ഇവിടെ പുറത്ത് കൊടുത്തത് %Dയുടെ പ്ലേസിൽ വരാൻ. അപ്പോൾ ഫോർ സ്റ്റുഡൻറ്റ് 1 എൻ്റെ റോൾ നമ്പർ നെയിം ആൻഡ് മാർക്സ് ഇൻ 5 സബ്ജക്ട്സ് ഞാൻ ഒരൊറ്റ മെസ്സേജ് ആയിട്ട് കൊടുത്തു. അല്ലെങ്കിൽ നെയിം റീഡ് ചെയ്യുന്നതിന് മുന്നേ നെയിം എന്ന് പറയാം, മാർക്ക് റീഡ് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ മാർക്സ് എന്ന് പറയാം. അങ്ങനെ ഡിഫറെൻറ്റ് മെസ്സേജസ് ആയിട്ട് കൊടുക്കാം.
അതില്ലാണ്ട് ഞാൻ ഒറ്റ ലൈനിൽ കൊടുത്തു എന്നേ ഉള്ളൂ. ഇനി അപ്പോൾ ഇവിടെ നമുക്ക് റോൾ നമ്പറും നെയിമും 5 സബ്ജക്റ്റിൻ്റെ മാർക്കുമാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റോൾ നമ്പറും നെയിമും ഞാൻ ഒരൊറ്റ സ്കാൻഎഫിൽ കൊടുത്തു. അപ്പോൾ സ്കാൻഎഫിൽ റോൾ നമ്പറിന് %d കൊടുത്തു. ഇനി നെയിമിൽ ഒന്നിൽ കൂടുതൽ വേർഡ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് %s എന്ന് യൂസ് ചെയ്യുന്നതിന് പകരം ഞാനിവിടെ *n എന്ന് പറഞ്ഞ ഇങ്ങനെയാണ് യൂസ് ചെയ്തത്. ഇതിൻ്റെ മീനിങ് എന്താണെന്നുള്ള നേരത്തെ സ്ട്രിങ് റീഡ് ചെയ്യേണ്ട സമയത്ത് പറഞ്ഞിരുന്നു. അതായത് /n ഒഴികെയുള്ള ക്യാരക്ടേഴ്സാണ് റീഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ എന്ത് എൻ്റർ ചെയ്ത് കൊടുത്താലും അത് റീഡ് ചെയ്യും. /n കാണുന്ന സമയത്ത് റീഡിങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് ആക്സെപ്റ്റ് ചെയ്ത സംഭവമാണ് s(i.name)നകത്തേക്ക് വയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ith സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് റീഡ് ചെയ്യണത്. അപ്പോൾ ith സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ s(i), കാരണം s ഒരു അറയാണ്. s(i) ആണ് ith സ്റ്റുഡൻറ്റ്. ith സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറാണ്. അപ്പോൾ s(i.rn). ദെൻ ith സ്റ്റുഡൻറ്റിൻ്റെ നെയിമാണ്. അപ്പോൾ s(i.name). അതായത് s.name of i അങ്ങനെയൊന്നും പറയരുത്. എസ് എന്ന് പറഞ്ഞതാണ് അറേ. അപ്പോൾ എസിൻ്റെ അടുത്ത് വേണം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ. അതിനകത്താണ് അറേ ഇൻഡെക്സ് പറയുക. അപ്പോൾ റോൾ നമ്പറും നെയിമും റീഡ് ചെയ്തു. ഇനി എന്താണ് റീഡ് ചെയ്യേണ്ടത്? s(i), അതായത് ith സ്റ്റുഡൻറ്റിൻ്റെ 5 സബ്ജക്റ്റിൻ്റെ മാർക്ക് വേണം. നമുക്ക് 5 എന്നുള്ളത് ഫിക്സഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ s(i.mark(0), s(i.mark(1), അങ്ങനെ s(i.mark(4) വരെയുള്ളൊരു ലൂപ്പ് എഴുതാം. mark(4) വരെ ഒരുമിച്ചൊരൊറ്റ സ്കാൻഎഫിനകത്ത് എഴുതാം. ഞാനിവിടെ ഒരു ലൂപ്പ് വെച്ചിട്ടാണ് എഴുതിയത്. അപ്പോൾ ലൂപ്പ് 0 മുതൽ 5 - 1, അതായത് 4 വരെ പോണ ലൂപ്പാണ്. കാരണം ഈ ജെ എന്ന് പറഞ്ഞതാണ് നമ്മൾ മാർക്ക് എന്ന് പറഞ്ഞ അറയുടെ ഇൻഡെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പോണത്. അപ്പോൾ മാർക്ക് 5 ആണ് ലെങ്ത് എന്നുള്ളതുകൊണ്ട് 0 മുതൽ 4 വരെ ആയിരിക്കും മാർക്കിൻ്റെ ഇൻഡെക്സ് വരെ. അപ്പോൾ 0 മുതൽ 4 വരെ പോണ ഒരു ലൂപ്പ് എഴുതി. ഇനി ഇതിനകത്ത് എന്താണ് നമുക്ക് റീഡ് ചെയ്യേണ്ടത്? ith സ്റ്റുഡൻറ്റിൻ്റെ 0th മാർക്ക്, ith സ്റ്റുഡൻറ്റിൻ്റെ 1st മാർക്ക്, അങ്ങനെയാണ് റീഡ് ചെയ്യേണ്ടത്. ith സ്റ്റുഡൻറ്റിൻ്റെ jth മാർക്ക് റീഡ് ചെയ്യാനാണ് നമ്മളിതിനകത്ത് സ്കാൻഎഫ് എഴുതേണ്ടത്. അപ്പോൾ മാർക്ക് ഇൻറ്റീജർ ആയതുകൊണ്ട് സ്കാൻഎഫിൻ്റെ കൺട്രോൾ സ്ട്രിങ് ആയിട്ട് %d കൊടുത്തു. ഇനി നമുക്ക് റീഡ് ചെയ്യേണ്ടത് എന്താണ്? s(i), അതായത് സ്റ്റുഡൻറ്റ് ഓഫ് i, ith സ്റ്റുഡൻറ്റിൻ്റെ jth മാർക്ക്, s(i.mark(j). അത് റീഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ടോട്ടൽ മാർക്കും കൂടെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ മാർക്കിന് നമ്മൾ റീഡ് ചെയ്ത മാർക്ക് വെച്ചിട്ടാണ് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യല്ല ചെയ്യണത്. അപ്പോൾ 5 സബ്ജക്റ്റിൻ്റെ മാർക്ക് റീഡ് ചെയ്തിട്ട് പിന്നെ അതും 5ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ റീഡ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് s(i.total) അതിനകത്തേക്കാണ് നമുക്ക് വെക്കേണ്ടത്. ith സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറഞ്ഞിട്ടാണ് വെക്കേണ്ടത്. ടോട്ടൽ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രക്ചറിനകത്തുള്ള ഒരു ഫീൽഡ് തന്നെയാണ്. അപ്പോൾ s(i.total) = s(i.total + s(i.mark(j). അങ്ങനെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് വേണം? s(i.total)നെ 0 ആക്കി വെക്കണം. എന്നാലല്ലേ നമുക്ക് ഓരോ വാല്യൂ ആയിട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ലൂപ്പിനകത്തേക്ക് കയറുന്നതിന് മുന്നേ s(i.total) = 0 എന്ന് കൊടുത്തത്. അപ്പോൾ നമ്മൾ i0 ആവുന്ന സമയത്ത് 0th സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പറും നെയിമും റീഡ് ചെയ്തു. 5 സബ്ജക്റ്റിൻ്റെ മാർക്ക് റീഡ് ചെയ്തു. 5 മാർക്കും കൂടെ ടോട്ടൽ ചെയ്തിട്ട് s(0.total) വെച്ചു. ഇത്രയും കഴിഞ്ഞ 0th സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് 1st സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ for student 2 എൻ്റെ റോൾ നമ്പർ, നെയിം, അങ്ങനെ വീണ്ടും ഒരു മെസ്സേജ് കാണും. അപ്പോൾ നിങ്ങൾ റോൾ നമ്പറും നെയിമും 5 സബ്ജക്റ്റിൻ്റെ മാർക്കും എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എന്നോ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് റീഡ് ചെയ്ത പോലെ തന്നെ നമ്മളിത് പ്രിൻറ്റ് ചെയ്യണം. വേറെ ഓപ്പറേഷൻസ് ഒന്നും ഞാൻ ഈ പ്രോഗ്രാമിനകത്ത് ചെയ്യില്ല. ജസ്റ്റ് ഈ അറേ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ സ്റ്റുഡൻറ്റ് മാർക്ക് ലിസ്റ്റാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. അതിനൊരു ഹെഡിങ് ആയിട്ട് ഞാൻ സ്റ്റുഡൻറ്റ് മാർക്ക് ലിസ്റ്റ് എന്നൊക്കെ പ്രിൻ്റ് കൊടുത്തു. അതിന് ജസ്റ്റ് അതിന് മുകളിലും താഴെയും ഒരു ലൈനൊക്കെ കൊടുത്തതാണ്. ഈ ലൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ അണ്ടർസ്കോർ ലോങ് പ്രസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ലൈനായിട്ട് വരും. ഞാനിത് Notepad++നകത്താണ് ടൈപ്പ് ചെയ്യണത്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. ഇനി അതിന് ഇപ്പോൾ ഈ ഇങ്ങനെ ഒരു ഹെഡിങ് കൊടുത്തു, 2 ലൈൻ കൊടുത്തു. പിന്നെ റോൾ നമ്പർ, റോൾ എന്നാണ് ഞാൻ ഹെഡിങ് കൊടുത്തത്. ദെൻ നെയിം, മാർക്ക് 1, മാർക്ക് 2, അങ്ങനെ മാർക്ക് 5 വരെ ടോട്ടൽ
ഇത്രയും ഹെഡിങ്സ് കൊടുത്തു. എല്ലാം /t വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തത്. ഇത്രയൊരു ഹെഡിങ് കൊടുത്തു. അതിനുശേഷം നമ്മളിനി ഓരോ സ്റ്റുഡൻറ്റിൻ്റെ ആയിട്ട് ഈ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഈ ഹെഡിങ്ങിൽ കൊടുത്ത് അതേ ഓർഡറിൽ ആദ്യം റോൾ നമ്പർ, ദെൻ നെയിം, മാർക്ക് 1 മാർക്ക് 2 അങ്ങനെ 5 മാർക്കുകൾ, ദെൻ ടോട്ടൽ മാർക്ക്, ഇത്രയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 0 മുതൽ NO-1 വരെ പോണ ലൂപ്പ്. കാരണം നമുക്ക് NO നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണുള്ളത്. അതിനകത്ത് പ്രിൻറ്റ് ചെയ്യണത് ആദ്യം റോൾ നമ്പർ SFI. റോൾ നമ്പർ പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ith സ്റ്റുഡൻറ്റിൻ്റെ നെയിം SFI. നെയിം പ്രിൻറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ 5 സബ്ജക്ട്സിൻ്റെ മാർക്ക്. അതിന് വേണ്ടിയിട്ട് മാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് 0 മുതൽ 4 വരെ പോണ ഒരു ലൂപ്പ് എഴുതി SFI. മാർക്ക് ഓഫ് J എന്ന് പറഞ്ഞിട്ട് 5 മാർക്കും പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ ഇത് കറക്റ്റ് അലൈൻമെൻറ്റിലൊക്കെ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെയൊക്കെ /t വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നെയിം കഴിഞ്ഞിട്ട് 2 /t കൊടുത്തു. നെയിം ഇത്തിരി ലെങ്തി ആയിരിക്കുമല്ലോ, അപ്പോൾ നെയിം എന്ന് പറഞ്ഞാൽ ഹെഡിങ് കഴിഞ്ഞിട്ട് 2 /t കൊടുത്തു. പിന്നെ നെയിം പ്രിൻറ്റ് ചെയ്യാനായിട്ട് അത് കറക്റ്റ് ആ ഹെഡിങ്ങിൻ്റെ താഴത്തര വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 16 എന്നാണ് വിഡ്ത്ത് കൊടുത്തത്. അത് ഈ മെഷീനിലെ ടാബ് സ്പേസിംഗ് ഒക്കെ നോക്കിയിട്ട് ഞാൻ കൊടുത്തതാണ്. 16 വിഡ്ത്ത് കൊടുത്തു. അതായത് 16 വിഡ്ത്തിനകത്താണ് നെയിം പ്രിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം, അങ്ങനെ നമ്മളൊരു വിഡ്ത്ത് കൊടുത്താലും 16 മുകളിൽ നെയിമിന് സൈസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ പ്രിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അലൈൻമെൻറ്റൊക്കെ തെറ്റുന്നുള്ളതുകൊണ്ട് ഞാൻ 16 വിഡ്ത്ത്, അതായത് 16 ആണ് നെയിം പ്രിൻറ്റ് ചെയ്യാനുള്ള കോളം സൈസ്. അതിനകത്ത് 16 ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ഇത് പ്രിൻറ്റ് ചെയ്യണ്ട, ഫസ്റ്റ് 16 ക്യാരക്ടേഴ്സ് പ്രിൻറ്റ് ചെയ്താൽ മതി എന്ന് തീരുമാനിച്ചു. ദെൻ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ ലെഫ്റ്റ് അലൈൻഡ് ആയിട്ടാണ് വരിക. അതൊക്കെ ഈ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. പിന്നെ ബാക്കി എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് /t വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്ത് 5 മാർക്കും പ്രിൻറ്റ് ചെയ്തു. അതായത് ഈ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ, ഈ ഫോർ ലൂപ്പിൽ നിന്ന് പുറത്ത് വന്നു കഴിയുമ്പോൾ 5 മാർക്കും പ്രിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ടോട്ടൽ മാർക്ക് കൂടെ പ്രിൻറ്റ് ചെയ്തു. ഇങ്ങനെ NO നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പ്രിൻറ്റ് ചെയ്തു. ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ കമ്പൈൽ ചെയ്ത് വെച്ചതാണ് നേരത്തെ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് 2 എന്ന് കൊടുത്തു. For student 1, enter roll number, name and marks in 5 subjects. Roll number 1, name Ramya, marks in 5 subjects. Then for student 2, വീണ്ടും നമ്മൾ റോൾ നമ്പർ കൊടുക്കുകയാണ് 2. മാർക്സ് ഇൻ 5 സബ്ജക്ട്സ് കോളൻ കഴിഞ്ഞിട്ട് ഒരു /n കൊടുത്താൽ മതി. പിന്നെ ആദ്യം തന്നെ റോൾ നമ്പർ തന്നെ താഴെ ആയിരിക്കും എൻ്റർ ചെയ്യേണ്ടി വരാം. ഞാനത് കൊടുക്കാൻ അവിടെ വിട്ടുപോയതാണ്. നെയിം കൊടുത്തു. മാർക്കൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് കറക്റ്റ് അലൈൻമെൻറ്റിലാണ് വന്നിട്ടുള്ളതെല്ലാം. റോൾ നമ്പർ കഴിഞ്ഞിട്ട് ഒരു ടാബാണ് കൊടുത്തത് നെയിമിന്. നെയിം എന്ന് പറഞ്ഞ ഹെഡിങ് കഴിഞ്ഞിട്ട് 2 ടാബ് കൊടുത്തതുകൊണ്ടാണ് ഇത്രയും സ്പേസ് ഇവിടെ വന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പ്രോഗ്രാമിനകത്ത് അറേ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ പറയാനുള്ളത്. ഇനി ഇവിടെ ഞാൻ കമൻറ്റ് ചെയ്തിട്ടൊരു പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ഇവിടെ കമൻറ്റ് ചെയ്തിട്ടിരുന്നു. അതായത് ഇപ്പം ഞാൻ സ്കാൻഎഫ് വെച്ചിട്ടാണ് റോൾ നമ്പറും നെയിമും ഒക്കെ റീഡ് ചെയ്തത്. ഇനി നമുക്ക് നെയിം റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഗെറ്റസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഗെറ്റസ് യൂസ് ചെയ്യുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഗെറ്റസിൻ്റെ റീഡ് ചെയ്യണ പ്രോസസ്സ് അത് സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു /n കാണുമ്പോഴാണ്. അതായത് ഒരു എൻ്റർ കീ പ്രസ് ചെയ്യുന്ന സമയത്താണ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഈ സ്കാൻഎഫിനകത്താണെങ്കിൽ നമ്മൾ ആദ്യം ഒരു റോൾ നമ്പർ റീഡ് ചെയ്യും. ഇപ്പോൾ റോൾ നമ്പർ 1 എന്ന് കൊടുത്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ നമ്മൾ ചെയ്യുക, ഒരു എൻ്റർ കീ പ്രസ് ചെയ്യും. അപ്പോഴല്ലേ അത് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷേ ആ എൻ്റർ കീ എന്ന് പറഞ്ഞത് നമ്മുടെ കീബോർഡ് ബഫറിൽ, ഇൻപുട്ട് ബഫറിൽ അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ അടുത്തത് ഗെറ്റസ് കാണുമ്പോൾ ഗെറ്റസിൻ്റെ ഇൻപുട്ടായിട്ട് ആ ബഫറിലിരിക്കുന്ന /n ആണ് വരിക. ആ ബഫറിലിരിക്കുന്ന /n ഗെറ്റസിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഗെറ്റസ് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക, /n കാണുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക. അപ്പോൾ ഞാൻ ഗെറ്റസ് ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ സ്കാൻഎഫിൽ നമ്മൾ റോൾ നമ്പർ റീഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഗെറ്റസ് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് നെയിം റീഡ് ചെയ്യാനായിട്ട് പ്രോംപ്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്, ആദ്യത്തെ റോൾ നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ എൻ്റർ ചെയ്ത /n ആണ് ഗെറ്റസിനകത്തേക്ക് പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗെറ്റസ് യൂസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മുടെ ഇൻപുട്ട് ബഫറൊക്കെ ക്ലിയർ ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ബഫേഴ്സൊക്കെ ക്ലിയർ ചെയ്യാനായിട്ടുള്ളൊരു ഫംഗ്ഷനാണ് ഫ്ലഷ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ.
അപ്പോൾ ഈ ഗെറ്റസ് എസ് എഫ് ഐ ഡോട്ട് നെയിം എന്ന് വെച്ചിട്ടാണ് നിങ്ങൾ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഫ്ലഷ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യണം. ഇങ്ങനെയാണ് കോൾ ചെയ്യുക: ഫ്ലഷ് ഓൾ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോളൻ, ഇത്ര ഇട്ടാൽ മതി. ഈ ഫ്ലഷ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ stdio.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിനകത്താണുള്ളത്. അപ്പം ഞാനത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ടെർബോ സിയിൽ ഇത് വർക്ക് ചെയ്യും. ഞാൻ യൂസ് ചെയ്യുന്നത് GCC കമ്പൈലറാണ്. അതിനകത്ത് ഫ്ലഷ് ഓൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ ഫ്ലഷ് ഓൾ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഫംഗ്ഷൻ അല്ല. അപ്പോൾ അത് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഗെറ്റസ് മാത്രം, സ്ട്രിങ് മാത്രം റീഡ് ചെയ്യുന്ന കേസിലാണെങ്കിൽ നമുക്ക് ഗെറ്റസ് വെച്ചിട്ട് ചെയ്യാം. അതേസമയം അതിൻ്റെ മുന്നേ എന്തെങ്കിലും ഇൻറ്റീജറോ ഫ്ലോട്ടോ അങ്ങനെയൊക്കെ റീഡ് ചെയ്യാണ്ടെങ്കിൽ നമുക്ക് സ്കാൻഎഫും ഗെറ്റസും മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒഴിവാക്കുക. സ്കാൻഎഫ് വെച്ചിട്ടാണ് നമ്മൾ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം സ്കാൻഎഫ് വെച്ചിട്ട് റീഡ് ചെയ്യാം. ഇല്ലെങ്കിൽ സ്ട്രിങ് മാത്രം റീഡ് ചെയ്യാനുള്ള പ്രോഗ്രാമാണെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ സ്കാൻഎഫിനകത്താണെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു %d കഴിഞ്ഞിട്ട് ഇവിടെ ഞാനൊരു സ്ലാഷൻ ഇട്ടിട്ടുണ്ട്. ഈ സ്ലാഷൻ ഇടാതെ ഇങ്ങനെ ഒരു ഇതാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് റോൾ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു എൻ്റർ കീ പ്രസ് ചെയ്യുമല്ലോ, ആ എൻ്റർ കീ അടുത്ത ഇൻപുട്ടായിട്ട് പോവും, നെയിമായിട്ട് പോവും. അപ്പോൾ അതുകൊണ്ട് ഈ റോൾ നമ്പർ കഴിഞ്ഞിട്ട് ഒരു എൻ്റർ കീ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ട്, അത് സ്ലാഷിൻ്റെ ഒഴികെ എന്തും ആവാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ സ്കാൻഎഫിൻ്റെ കൺട്രോൾ സ്ട്രിങ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ആക്സെപ്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഗെറ്റസ് വെച്ചിട്ടും ചെയ്ത് നോക്കുക. ഗെറ്റസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഫ്ലഷ് ഓൾ കൊടുത്താലേ അത് വർക്ക് ചെയ്യുള്ളൂ.